നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കൊച്ചിയിലേക്ക് എത്തുകയാണ്. അവിടെ എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് റാലി മോദി ഉദ്ഘാടനം ചെയ്യും. നിരവധി പരിപാടികൾ കൊച്ചിയിൽ മോദിക്കുണ്ട്. വികസന പദ്ധതികളുടെ പ്രഖ്യാപനമാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. മോദി വരുമ്പോൾ ഇവിടെ ജനം കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിനായി എന്തെങ്കിലും പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് പ്രധാനം. 20 പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ മോദിയുടെ വരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സംഭവിക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം. ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാർ ചില അസംതൃപ്തികൾ വ്യക്തമാക്കിയ പശ്ചാത്തലം ഉണ്ടായത്. മുഖ്യമന്ത്രിയെ കൃത്യമായി ക്ഷണിച്ചില്ല എന്നുള്ള പരാതിയുണ്ട്. സംസ്ഥാന മന്ത്രിസഭയിലെ ആര് മോദിയുടെ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകാത്ത പശ്ചാത്തലമുണ്ട്. മുഹമ്മദ് റിയാസിനെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഒഴിവാക്കി എന്നുള്ള ആക്ഷേപം വരുന്ന പശ്ചാത്തലമുണ്ട്. ഇതടക്കം നിരവധി ട്വിസ്റ്റുകൾക്കിടയിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. റോഡ് ഷോ അടക്കം കലൂരിലുണ്ട്. BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന പൊതുയോഗമുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ പങ്കെടുത്താകും പ്രധാനമന്ത്രി വൈകിട്ട് കേരളത്തിൽ നിന്ന് മടങ്ങി തമിഴ്നാട്ടിലേക്ക് പോവുക. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, സാധാരണ മോദിയുടെ പരിപാടിക്കുള്ളതിനേക്കാൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും വലിയ തോതിലുള്ള കാര്യങ്ങളുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമുക്കറിയാം. കൊച്ചി പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായും. ഒരുപാട് ഗതാഗത നിയന്ത്രണങ്ങളും മറ്റുമുണ്ട്. മറ്റെന്തൊക്കെ ക്രമീകരണങ്ങൾ? ഇപ്പോൾ തന്നെ ഒരുപാട് പ്രവർത്തകർ അങ്ങോട്ടേക്ക് ആവേശപൂർവ്വം എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. രഞ്ജിത്ത്, പഴുതടച്ച കാവലാണ് കൊച്ചിയിൽ. ശരിക്കും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ SPG അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. SPGയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും അസൈൻ ചെയ്തിട്ടുള്ള നിരവധി പോലീസുകാരെയാണ് ഇവിടെ ഡ്യൂട്ടിക്കിട്ടുള്ളത്. പത്മജ വേണുഗോപാൽ ഇപ്പോൾ വേദിയിലേക്ക് എത്തുന്നുണ്ട്. മാഡം നമസ്കാരം. എത്തുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബ്ലോക്കിൽ പെട്ടുപോയി. പ്രധാനമായിട്ടും പ്രധാനമന്ത്രി എന്ത് പദ്ധതി കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കുന്നൊരു പ്രതീക്ഷയുണ്ടല്ലോ. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതേമാതിരി പ്രതീക്ഷ വയ്ക്കുന്ന ആളാണ് ഞാനും. സംസ്ഥാന സർക്കാർ അത് ബഹിഷ്കരിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല, പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിച്ചില്ല എന്നൊരു പ്രോട്ടോകോൾ പാലിച്ചില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് നേതൃത്വത്തിനോട് ചോദിക്കണം. നമ്മളൊക്കെ പ്രവർത്തകരല്ലേ ഉള്ളൂ. ഇവിടെ തന്നെ ഉണ്ടാവട്ടെ. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇല്ല, ഇതുവരെ ഞങ്ങളെ പറഞ്ഞിട്ടില്ലല്ലോ. അനൗൺസ് ചെയ്തിട്ടില്ല. അനൗൺസ് ചെയ്താൽ പോവും. പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ ആവേശം കൂടുതലുണ്ട്. പിന്നെ തീർച്ചയായിട്ടും. രഞ്ജിത്ത്, പ്രമുഖരൊക്കെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന BJP നേതാക്കൾ, നിരവധി ആളുകൾ, BDJSന്റെ ആളുകൾ, 2020യുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ, അങ്ങനെ നിരവധി ആളുകളാണ് വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാണാം, ദൃശ്യങ്ങളൊക്കെ കാണാം. വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ്. നിരവധി വാഹനങ്ങളിൽ നിന്നും നിരവധി ഇടങ്ങളിൽ നിന്നും ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് നേവൽ ബേസിൽ നിന്നും 12:30 വരെയാണ് നേവൽ ബേസിൽ നിന്നും മറൈൻ ഡ്രൈവിലേക്ക്, അതുപോലെ 12:50 മുതൽ 12:20 വരെ കലൂർ സ്റ്റേഡിയം മുതൽ വരെയും, അതുപോലെ കലൂരിൽ നിന്ന് MG റോഡ് വരെയുമുള്ള ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല എന്ന് കർശനമായി അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ റാലിയുമായി ബന്ധപ്പെട്ട് എത്തുന്ന ആളുകളെയാണ് എങ്ങോട്ടേക്ക് കടത്തിവിടുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങളാണ്. ഈ പ്രവേശന പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ അനുസരിച്ച് തന്നെയാണ് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നതുമായി ബന്ധപ്പെട്ടും പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട 3 പരിപാടികൾ, ഒന്ന് മറൈൻ ഡ്രൈവിൽ ധീവര സഭയുടെ പരിപാടിയും, മറ്റൊന്ന് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് റാലിയുമായി ബന്ധപ്പെട്ടും റോഡ് ഷോയുമായി ബന്ധപ്പെട്ടുമാണ്. കലൂരിൽ നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തു നിന്നും അകത്തേക്കാണ്, സ്റ്റേഡിയത്തിനകത്തേക്കാണ് റോഡ് ഷോ സംഘടിപ്പിക്കുക. എന്തായാലും നിരവധി ആളുകളാണ് എത്തുന്നത്. എന്ത് പറയുന്നു? വലിയ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടുള്ള ഒരു സംഖ്യയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മാറ്റം ഈ മോദിയിലൂടെ കാണാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം ഇത്രമാത്രം ജനം പ്രതീക്ഷിച്ചുകൊണ്ടല്ല സംഘാടകരെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ 50,000 പേരാണെങ്കിൽ രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ 50,000 പേര് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. ഈ മോദിയുടെ ഈ വരവ് തീർച്ചയായിട്ടും മാറാത്തത് കേരളത്തിൽ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രോഗ്രാമാണ്. എങ്ങനെയായാലും ഇത്തവണ ഒരു പുതിയ തരംഗം തന്നെ സൃഷ്ടിക്കും. അതിലൊരു സംശയമില്ല. എങ്ങനെയായാലും ഒരുപാട് സീറ്റ് BJP
BJP 2020 BDJS എല്ലാം പിടിച്ചെടുക്കും എന്നുള്ള ഒരു സംശയമില്ല. അതാണ് പ്രധാനമായും രഞ്ജിത്ത് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ, തൃപ്പൂണിത്തുറ നഗരസഭ, BDJSന്റെ ആളുകൾ, അതുപോലെ N2020 ആളുകൾ, എന്താണ് വലിയ സംഖ്യ തന്നെയാണ്. വലിയ സന്തോഷമാണ്. കാരണം മോദിജി ഈ രാജ്യത്ത് ആദ്യമായി തന്നെ നമ്മുടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പിനെ ചൂടിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ വികസനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്ന ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഇന്ന് അനൗൺസ് ചെയ്യും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മാനിഫെസ്റ്റോ അദ്ദേഹം ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യും എന്നുള്ളതൊക്കെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. വലിയ മാറ്റം, വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം ഈ തെരഞ്ഞെടുപ്പിൽ പ്രാവർത്തികമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനസഞ്ചയങ്ങൾ ഇങ്ങനെ ആഘോഷപൂർവ്വം വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും. നരേന്ദ്രമോദിജിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും കാത്തു നിൽക്കുകയാണ്. നന്ദി. വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി. പ്രധാനമായിട്ടും കേരളത്തിലെത്തുമ്പോൾ, അത് പ്രത്യേകിച്ചും കൊച്ചിയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഉറപ്പായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം എന്ന് പറയുന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിന് അടിസ്ഥാനമായി തന്നെ നരേന്ദ്രമോദിജി ഇന്ന് പുറത്തിറക്കുന്ന മാനിഫെസ്റ്റോ കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. റോഡുകളും പാലങ്ങളും ഈ രാജ്യത്ത് ഉയർന്നു വരുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരു പാവപ്പെട്ടവന്റെ ഭൗതികമായ പുരോഗതിയാണ് രാജ്യത്തിന്റെ വികസനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദിജിയുടെ ഭരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ നന്മയാണ് NDAയുടെ ലക്ഷ്യം, നരേന്ദ്രമോദിജിയുടെ ലക്ഷ്യം നമ്മുടെ നാടിന്റെ വികസനമാണ്, പുരോഗതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. അതാണ് രഞ്ജിത്ത്, 10,800 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് ഉദ്ഘാടനവും അതുപോലെ തറക്കല്ലിടലും നടക്കുമ്പോൾ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, വലിയ പദ്ധതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്നുള്ള ടാഗ്ലൈനോട് കൂടിയാണ് ഈ സ്റ്റേഡിയത്തിൽ മുഴുവൻ, അല്ലെങ്കിൽ കൊച്ചിയിൽ മുഴുവൻ അത്തരത്തിലുള്ള ടാഗ്ലൈനോട് കൂടിയാണ് മോദിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. പ്രതീക്ഷിച്ചതിലും വലിയ ആൾക്കൂട്ടമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 80,000-ഓളം ആളുകളെ പ്രതീക്ഷിച്ചെങ്കിലും രാവിലെ 10 മണിയോടുകൂടി തന്നെ അത്രയും അധികം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്, പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയെ വരവേൽക്കാനും പ്രധാനമന്ത്രിയെ ഒന്ന് കാണാനും വേണ്ടിയിട്ട് എത്തുന്ന ആളുകൾ. ചേച്ചി എന്ത് പറയുന്നു? നല്ലതന്നെ. എന്ത് പറയുന്നു ചേട്ടാ? അടിപൊളി. എന്തായാലും സാധാരണ പ്രവർത്തകരൊക്കെ, നിരവധി പ്രവർത്തകരാണ്. 2020 ആയാലും BDJS ആയാലും BJPയുടേതായാലും NDA സഖ്യത്തിന്റെ നിരവധി പ്രവർത്തകരാണ് പ്രധാനമന്ത്രിയെ കാണാനായിട്ട് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ സന്നാഹങ്ങളുണ്ട് കൊച്ചിയിൽ, സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, വാഹന പരിശോധന കർശനമാണ്, വാഹനങ്ങൾ കടത്തിവിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.